2024-25 സാമ്പത്തിക വർഷത്തിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് ജൂലൈ 31 നിന്നും സെപ്റ്റംബർ 15 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും അഡീഷണൽ ടാക്സ് ലയബിലിറ്റി വരുമോ അല്ലെങ്കിൽ ലേറ്റ് ഫീ അടയ്ക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട്. അതായത് ഡ്യൂ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ലേറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരില്ല. കാരണം സെപ്റ്റംബർ 15 ശേഷം ഫയൽ ചെയ്താൽ മാത്രമേ ലേറ്റ് ഫീ ആപ്ലിക്കബിൾ ആവുള്ളൂ. എന്നാൽ അഡീഷണൽ ടാക്സ് എന്തെങ്കിലും വരുമോ എന്നുള്ള ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് അഡ്വാൻസ് ടാക്സ് എന്തെങ്കിലും അടയ്ക്കുന്ന ആളാണെങ്കിൽ 10,000 രൂപയിൽ കൂടുതൽ ടാക്സ് എന്തെങ്കിലും അടയ്ക്കാൻ വരുമ്പോഴാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ആ അഡ്വാൻസ് ടാക്സ് മാർച്ചിന് മുൻപായിട്ട് അടച്ചു തീർന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ മിക്കവാറും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ കൂടെ ആയിരിക്കും ആ ടാക്സ് അടയ്ക്കുന്നത്. അപ്പം ആ സമയത്ത് ഇത് ഓരോ മാസവും എക്സ്റ്റെൻഡ് ആയി പോകുന്നതനുസരിച്ച് 1% വീതം ഇൻട്രസ്റ്റ് സെക്ഷൻ 234B വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഡേറ്റ് ജൂലൈയിൽ നിന്ന് സെപ്റ്റംബറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്റ്റംബറിലാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസത്തെ ഇൻട്രസ്റ്റ് അഡീഷണൽ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഫുൾ എമൗണ്ട് ടാക്സിന്റെ ഫുൾ എമൗണ്ട് TDS ആയിട്ട് പിടിച്ച് ഫയൽ ചെയ്യുന്നവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ അതേസമയം നമുക്ക് TDS കട്ട് ചെയ്യാത്ത എന്തെങ്കിലും ഇൻകം ഉണ്ട്, അതായത് റെന്റൽ ഇൻകമോ ക്യാപിറ്റൽ ഗെയിനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് TDS കട്ട് ചെയ്തില്ല എങ്കിൽ അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ടാക്സ് അടയ്ക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഈ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെയുള്ള കേസിൽ അഡ്വാൻസ് ടാക്സ് നമ്മൾ ഫുൾ അടച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരാനുള്ള ഒരു സാധ്യതയുണ്ട്.